ഞാനിപ്പോ ടയർഡായിട്ടാ ഷോപ്പിന്റെ ഫ്രണ്ടിൽ നിന്നാണ് വീഡിയോ ചെയ്യുന്നത്. ഓൾമോസ്റ്റ് സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇനോഗ്രേഷന് വരാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഒരു ഇൻഫർമേഷൻ ആണ്. നമ്മളുടെ ഇനോഗ്രേഷൻ സമയം എന്ന് പറയുന്നത് ഞായറാഴ്ച രാവിലെ 10:30-ക്കാണ്. ആക്ട്രസ് ആയിട്ടുള്ള മഞ്ജു ചേച്ചി, എല്ലാവരുടെയും മഞ്ജു ചേച്ചി, ഭാവന, അവർ രണ്ടുപേരും കൂടി ആയിരിക്കും ഇനോഗ്രേഷൻ. പിന്നെ നമ്മളുടെ സെയിൽ തുടങ്ങുന്ന ടൈമിങ് പ്രത്യേകം നോട്ട് ചെയ്യുക. പർച്ചേസിന് വരുന്ന ആളുകളാണെങ്കിൽ സെയിൽ തുടങ്ങുന്ന ടൈമിങ് 11:30-ആണ്. സോ 11:30-ക്ക് നമ്മൾ സെയിൽ തുടങ്ങുള്ളൂ. ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് നമ്മളുടെ ചെറിയൊരു പ്രയറും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കിവിടെ. അപ്പൊ അത് കഴിഞ്ഞിട്ടായിരിക്കും 11:30 സെയിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ 10:30-ക്ക് വന്നാലും ഇച്ചിരി വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അതൊന്ന് നിങ്ങൾ കോപ്പറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വരിക. പക്ഷെ ഇനോഗ്രേഷൻ കളറാക്കാൻ നിങ്ങൾ എല്ലാവരും ഇനോഗ്രേഷൻ ടൈമിൽ വേണം എന്നാണ്. സെയില് തുടങ്ങാൻ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. എല്ലാവരും ഇനോഗ്രേഷൻ ടൈം സമയത്ത് വന്നു നമുക്ക് എല്ലാവർക്കും കൂടെ നിന്ന് സെൽഫി ആവും, വീഡിയോസ് ഒക്കെ. ലൊക്കേഷൻ ശരിക്കും പറഞ്ഞൊന്ന് പറഞ്ഞില്ലേ? ലൊക്കേഷൻ നമ്മുടെ ഹൈവേ അല്ലേ? വൈറ്റില പാലാരിവട്ടം ഹൈവേ. ശരിക്കും പറഞ്ഞാൽ ഗീതാഞ്ജലി റോഡ് എന്നാ പറയാ. ചക്കരപ്പറമ്പ് ഹോളിഡേ ഹോട്ടൽ എല്ലാവരും നോട്ട് ചെയ്യുക. ഹോളിഡേ ഹോട്ടലിൽ നിന്ന് അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് കുറച്ച് വരിക. പിന്നെ വേറൊരു ലാൻഡ്മാർക്ക് പറയാനുള്ളത് ഗ്രാൻഡ് എൻട്രി. ഗ്രാൻഡ് എൻട്രി എത്തണ്ട, ഹോളിഡേ കഴിഞ്ഞ് ഗ്രാൻഡ് എൻട്രി ഹോട്ടലിന് മുന്നേ ജോക്കിയുടെ ഷോറൂം തൊട്ട് തന്നെ ഉണ്ട്. അതൊക്കെ ഇനിയിപ്പോ എനിക്ക് ഐഡന്റിഫിക്കേഷൻ ജോക്കിയുടെ ഷോറൂം തൊട്ട് തന്നെ ഉണ്ട്. പിന്നെ മെയിൻ ഹൈവേ സൈഡിന് അകത്തേക്ക് ഒന്നും കയറണ്ട. നിങ്ങൾക്ക് അങ്ങനെ കൺഫ്യൂഷൻ ഒന്നും ആവില്ല. ഹോളിഡേ ലൊക്കേഷൻ വേണ്ടി ഒന്നും ചെയ്യാം. സോ എല്ലാവരും വരണം. ഞങ്ങൾ രണ്ടുപേരും വെയിറ്റിംഗ് ഫ്രണ്ടിൽ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാവും നിങ്ങളെ നോക്കിക്കൊണ്ടും. അപ്പൊ നമുക്ക് എല്ലാവർക്കും തമ്മിൽ കാണാം, പരിചയപ്പെടുക, സംസാരിക്കുകയൊക്കെ ചെയ്യാം. ഒപ്പം നമ്മളുടെ കളക്ഷൻസ് എങ്ങനെയുണ്ടെന്നുള്ള നിങ്ങളുടെ വാല്യുബിൾ റിവ്യൂസ് വേണം. പിന്നെ വെഡിങ് കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വന്നോട്ടോ. ഏറ്റവും ലേറ്റസ്റ്റ് അല്ലേ ഇരിക്കുന്നത്. പിന്നെ ഓഫേഴ്സ് ഗ്രാബ് ചെയ്യും. അന്നത്തെ ഒരു ദിവസം എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആരും ഇങ്ങനെ ഒരു ഓഫർ കൊടുത്തിട്ടുണ്ടാവില്ല. അതെ, എന്തായാലും ആൾ വന്ന് എടുക്കും. നമുക്ക് ഓഫർ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനോഗ്രേഷൻ ഡേ എന്ന് പറഞ്ഞാൽ ആളുകൾ വരുന്ന ഒരു ഡേ ആണ്. എന്താണെങ്കിലും ആളുകൾ വരും. പക്ഷെ നമ്മൾ ആ വരുന്ന ആളുകൾക്ക് ഒരു ഗിഫ്റ്റ് എന്നാണ് 5,000 റുപ്പീസിന്റെ പർച്ചേസിന് 999 കുർത്ത ഫ്രീ, 10,000 റുപ്പീസിന്റെ പർച്ചേസിന് 2,500 സെമി ബനാറസി സാരി ഫ്രീ ആയിട്ട് അതൊക്കെ വാങ്ങിച്ചിട്ട് വേണം എല്ലാവരും പോകാനായിട്ട്. പിന്നെ വെഡിങ് പർച്ചേസിന് വരുന്നവർക്ക് നമുക്ക് നോക്കിയിട്ട് സ്പെഷ്യൽ എന്തെങ്കിലും ഡിസ്കൗണ്ടോ കാര്യങ്ങളോ ഒക്കെ അറേഞ്ച് ചെയ്യാം. പിന്നെ പ്രത്യേകം നോട്ട് ചെയ്യുക, 10:30 ഇനോഗ്രേഷൻ ടൈം. 11:30-ക്ക് നമ്മളുടെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ വന്നാലും കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾ സഹകരിക്കണം, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളാണ് എൻ്റെ സ്ട്രെങ്ത്. പിന്നെ ഭയങ്കര ടയേർഡാട്ടോ, ഫേസ് കണ്ടില്ലേ? നിങ്ങളുടെ പ്രേയേഴ്സാണ് എന്നെ ഓരോ ദിവസവും പിടിച്ചു നിർത്തുന്നത്. കാരണം ഞാൻ ആലപ്പുഴ തുടങ്ങിയപ്പോൾ എനിക്ക് ഇത്രയും സ്ട്രെസ്സോ കാര്യങ്ങളോ ഉണ്ടായിരുന്നു. ബിക്കോസ് അത് നമ്മുടെ സ്വന്തം സ്ഥലമല്ലേ. എറണാകുളം കുറച്ചുകൂടി ചാലഞ്ചിങ് ആണ്. പിന്നെ ഏറ്റവും ബെസ്റ്റ് കൊണ്ടുവരണമെന്നുള്ളത് കളക്ഷൻസ് എല്ലാം ഫ്ലോറിൽ കയറണം. അപ്പൊ എല്ലാം കയറ്റിയാലും അങ്ങോട്ട് തൃപ്തി ആവുന്നില്ല. നിങ്ങൾക്ക് എന്ത് തന്നാലും മതിയാവൂല ഞാൻ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോടും കസിൻസിനോടൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു.